വീഡിയോ എടുക്കാൻ ഇറങ്ങുന്നു, വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നു, വെളുപ്പാങ്കാലം 2 മണി 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നു. റിപ്പീറ്റ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈം ആയിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്താണ് വരുമാനങ്ങൾ കണ്ടെത്തുന്നത്. പിന്നെ നമുക്ക് കടയിൽ പോയ സാധനങ്ങൾ കിട്ടുമോ? ഇല്ലല്ലോ. സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഒരു പ്രൊഫഷണലി ഉള്ള ഒരാൾക്ക് വളരെ ദരിദ്രനായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയപ്പോൾ അവന് 5000 രൂപ എന്താണ് കിട്ടിയത്. സോ അതും കുറേ കാലം. സോ അപ്പോൾ അത്രയും തുച്ഛമായ പൈസയാണ് കൊടുക്കണം. അപ്പോൾ ആൾക്കാർ അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വർക്കുകളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കും. മനസ്സിലായില്ലേ? വർക്കുകളൊക്കെ കഴിഞ്ഞായിരുന്നു, അപ്പോൾ വേറെ നോക്കിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ട്. നാളെ ഒരു മാമൻ വണ്ടിയുടെ പുകയായിട്ട് നമ്മുടെ ആ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ എഞ്ചിൻ ഓയിൽ മാറ്റണമെന്നാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാത്തതിൻ്റെ പുകയാണ് ആ പറഞ്ഞത്. എഞ്ചിൻ ഓയിലൊക്കെ മാറ്റേണ്ട മാസങ്ങളും കിലോമീറ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും കമ്പനി ആയിട്ടിരുന്നിട്ട് പോലും ഓരോ കംപ്ലൈൻറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഓയിൽ ചേഞ്ചും വരുമ്പോൾ പറയണത് നാളെ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരം കൂട്ടുകെട്ടും സുഹൃത്ത് ബന്ധങ്ങളുമാണ് നമുക്കുള്ളത്. യെസ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വിടാം. നമ്മൾ സ്ഥിരം ഇപ്പം വന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. ഊരൂട്ടമ്പലത്തു നിന്ന് നേരെ വലിയർത്തല വഴി തന്നെയാണ് വരേണ്ടത്. പ്രാവച്ചമ്പലം റൂട്ട് പിടിച്ച് എല്ലാം ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു സ്പോട്ടുകളെല്ലാം. എനിക്ക് വേണം പൊന്മുടി നെടുമങ്ങാട് ആ ഒരു റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പോട്ടുകളുള്ള റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ്, അമ്പൂരി. മനസ്സിലായില്ലേ? സോ എനിക്ക് വേണം ചിലപ്പോൾ അവിടത്തേക്കാട്ടിലും സ്പോട്ടുള്ള സ്ഥലമായിരിക്കാം അമ്പൂരി. ഇത്രത്തോളം സ്പോട്ടുകളുള്ള സ്ഥലമാണ് ഐ തിങ്ക്. പൊന്മുടി റൂട്ടിൻ്റെ അങ്ങോട്ട് ഉള്ള ആ ഒരു റൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പോട്ടുകളുള്ള സ്ഥലമാണ് അമ്പൂരി. യെസ്. അപ്പം ഇനി ഓൾമോസ്റ്റ് ഒരു 11 കിലോമീറ്ററാണുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് 2:30-3 മണി ആവാറായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. ആമറോണിൻ്റെ 2040 എഞ്ചിൻ ഓയിലാണ് CD100 വരുന്നത്. അത് ചേഞ്ച് ചെയ്തായിരുന്നു. മാമൻ ചെന്നു പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് തന്നു. അതുകൊണ്ടാണ് ഈ വർക്ക്ഷോപ്പുകൾ നമുക്ക് പരിചയപ്പെട്ട് നമ്മുടെ കയ്യിൽ ഒരെണ്ണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു വർക്ക്ഷോപ്പ് പരിചയപ്പെടാൻ സാധിച്ചത്. എൻ്റെ നാട്ടിലുള്ള ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ കൊച്ചിൻ്റെ കൂടെ പഠിച്ച ഒരു പുള്ളി നാട്ടുകാരനായിട്ടുള്ളൊരു മാമനാണ്. പക്ഷേ പുള്ളിയെ പരിചയപ്പെട്ട ഇടക്കാലത്താണ്. ഒരു രക്ഷയില്ല. അതിന് മുമ്പ് വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആകുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ പെടുമായിരുന്നു. എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ പ്രായമല്ല, എന്നെക്കാട്ടിലും മൂത്ത പ്രായമുള്ള അവരുടെയൊക്കെ പരിചയത്തിലൊക്കെ ഉള്ള കടകളിലും അവർ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലൊക്കെ പരിചയത്തിൻ്റെ പേരിൽ നമ്മൾ അത്രയും കമ്പനി ആയിട്ടിരുന്നിട്ട് പോലും ഓരോ കംപ്ലൈൻറ്റും കാര്യങ്ങളും പ്രശ്നങ്ങളും ഓയിൽ ചേഞ്ചും വരുമ്പോൾ പറയണത് നാളെ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തരം കൂട്ടുകെട്ടും സുഹൃത്ത് ബന്ധങ്ങളുമാണ് നമുക്കുള്ളത്. വളരെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാരാണ് എനിക്കുള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ശോകമാണ് ഇങ്ങനെയുള്ള കുറേ എണ്ണം. സോ അങ്ങനെയുള്ള ഒരു റെസ്പോൺസാണ് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ സൈഡിൽ നമുക്ക് കിട്ടാറുള്ളത്. സോ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പരിചയപ്പെട്ടു ഈ സ്ഥലം. ഇതിന് ശേഷമാണ് ഇപ്പം നല്ല രീതിയിൽ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. ബസ് വരണം പോയി കയറല്ലേ. മാണം വിട്ടോല്ലോ ഒരു പോയി പാവം. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായത്. അതിന് മുമ്പൊക്കെ വളരെ പാടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് 1500 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും. സാധാരണ ആൾക്കാർ 5000 കിലോമീറ്റർ വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്നാലും മാറ്റാത്ത ആൾക്കാരുണ്ട്. നാളെ ഒരു മാമൻ വണ്ടിയുടെ പുകയായിട്ട് നമ്മുടെ ആ വർക്ക്ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ എഞ്ചിൻ ഓയിൽ മാറ്റണമെന്നാണ് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റാത്തതിൻ്റെ പുകയാണ് പറഞ്ഞത്.
എഞ്ചിൻ ഓയിലൊക്കെ മാറ്റേണ്ട മാസങ്ങളും കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് തന്നെ നാളുകൾ. എഞ്ചിൻ ഓയിലൊക്കെ പഴയ വണ്ടികളാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1500 കിലോമീറ്ററിൽ 2000-നകത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? പഴയതാണെങ്കിൽ എസ്പെഷ്യലി. ഇത് അടുത്ത സ്പോട്ട്. ഇതേതാ സ്ഥലം? ഇവിടെ നിന്ന് 2 വഴി കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. 2000 കിലോമീറ്ററിനകത്ത് തന്നെ നിങ്ങൾ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റുന്നതാണ് നല്ലത്, എസ്പെഷ്യലി പഴയ വണ്ടികൾക്ക്. പുതിയ വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2000 ഡെയിലി നല്ല രീതിയിൽ ഓടുന്ന വണ്ടികളാണെങ്കിൽ ഡെയിലി ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്ററിന് മേളിൽ ഡെയിലി നിങ്ങൾ യൂസേജ് ഉള്ള വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 2000-നകത്ത് മാറ്റിയിരിക്കണം. ഒരു 2500-നകത്ത് മാറ്റിയിരിക്കണം പുതിയ വണ്ടികളാണെങ്കിൽ. പഴയതാണെങ്കിൽ ഒരു 2000-നകത്ത് ഒരു 1500-ലൊക്കെ മാറ്റിയാൽ നന്നായിരിക്കും. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റി കഴിഞ്ഞാലുള്ള ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് 10,000 20,000 ഇറങ്ങും. സോ വെറും ഞാൻ ആമറോണ്ടാണ് മേടിച്ചത്. അവിടെ വെറും 250 രൂപ മാത്രമാണ് ആയത് 2040. ഞാനിതാണ് വാങ്ങിക്കുന്നത്. കൊള്ളാം. ഞാൻ മോട്ടീവുകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ മോട്ടീവുകളൊക്കെ 400-ന് മേളിൽ വിലയുണ്ട്. 350 370 ആ റേഞ്ചിൽ. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് മോട്ടീവുകൾ, ബട്ട് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറാനുള്ളതായതുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള ഓയിൽ മാറ്റിയാൽ മതിയാവുമായിരിക്കും. ബ്രോ, ഇതും കൂനിച്ചിമല വഴിയാണോ പോണത്? സോറി, എൻ്റെ വഴി മാറിപ്പോയത്. യെസ്, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഇറങ്ങിയ കാലഘട്ടത്തിൽ നേരെ എൻജിനീയറിങ് ഫീൽഡിലേക്ക് കയറി. ആ കാലം തൊട്ട് ഒരു 5-6 വർഷത്തോളം പല ഓരോ വർഷവും ഓരോ കമ്പനിയിലായിരുന്നു. ഓരോ വർഷവും അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്ത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ വർക്കുകളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കും. മനസ്സിലായില്ലേ? വർക്കുകളൊക്കെ കഴിഞ്ഞായിരുന്നു, അപ്പോൾ വേറെ നോക്കിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നൈസിന്, അതായത് ചിരിച്ചുകൊണ്ട് നമ്മളെ കഴുത്തിറക്കും. അങ്ങനെ ഓരോ വർഷവും ഒരു വർഷമായിരിക്കും ഓൾമോസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കയറുമ്പോഴുള്ള ആ സൈറ്റ് വർക്ക് നടക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും നമ്മളെ നൈസിനെ അങ്ങ് സ്കിപ്പാക്കും. മാക്സിമം നമ്മളെ ഊറ്റിയെടുത്തിട്ട് നമ്മളെ പണി എടുപ്പിച്ച് കൊന്ന് എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കും. എല്ലാ കമ്പനികളും ഇതാണ് ചെയ്യണത് എല്ലാവരും. കാരണം ഫ്രഷറായിട്ട് പറഞ്ഞ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? കൂടുതലായിട്ട് അവിടെ നിൽക്കുന്നതോറും നമ്മളെ പൈസ കൂടുതൽ ചോദിക്കും. സോ അതുകൊണ്ടാണ് ഇവന്മാർ ആ പണി, അതായത് എക്സ്പീരിയൻസ് നമുക്ക് ആ കമ്പനിയിൽ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ പൈസ അവന്മാർ തരേണ്ടി വരും എന്നുള്ള ആ ഒരു പരിപാടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ടി വരില്ലല്ലോ. ഓരോരുത്തരും വരുന്നവരെല്ലാം ഫ്രഷറായിരിക്കുമല്ലോ, പുതിയതായിട്ട് പറഞ്ഞവരെടുത്തുകൊണ്ടിരിക്കും. എടുത്തു കഴിഞ്ഞ് അവർക്കൊരു 10,000 രൂപയോ അതിനകത്തോ ശമ്പളം കൊടുത്ത് 5,000 വരെ വാങ്ങിച്ച കൂട്ടുകാരുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരാണ്, നല്ല പഠിക്കുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരുത്തരാണ്. അവൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയപ്പോൾ അവന് 5,000 രൂപ എന്തോണം കിട്ടിയത്. സോ അതും കുറേ കാലം. സോ അപ്പോൾ അത്രയും തുച്ഛമായ പൈസയാണ് കൊടുക്കണം. അപ്പോൾ ആൾക്കാർ ചോദിക്കും ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാം വന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ജയിച്ച് ബിരുദം നേടി ഇറങ്ങി ജോലിക്ക് വന്ന ഒരാൾക്ക് ഒരു മാസം 5,000 രൂപ പോലും ബേസിക്കലി എന്തായിക്കോട്ടെ കൊടുക്കാൻ പറ്റാത്തവർ ആ പണി അങ്ങ് നിർത്തിക്കളയുന്നതാണ് നല്ലത്. എന്തിനു ചെയ്യണം? നിങ്ങളുടെ കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്ത് പലരും പറയണത്, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ എല്ലാവരോടും പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇതിന് വാല്യൂ അതാണ് നിങ്ങൾ നോക്കേണ്ടത്, അതാണ് പറയുന്നത്. ഓക്കെ, വാല്യൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ പോയ സാധനങ്ങൾ കിട്ടുമോ? ഇല്ലല്ലോ. സാധനങ്ങൾ വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അപ്പോൾ ഒരു പ്രൊഫഷണലി ഉള്ള ഒരാൾക്ക് വളരെ ദരിദ്രനായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് കാലഘട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ പല കമ്പനികളിലും വർക്ക് ചെയ്തു 5-6 വർഷത്തോളം ഓരോരോ കമ്പനികളായിട്ട്. ഞാൻ വർക്ക് ചെയ്യാത്ത കമ്പനികളെ ട്രിവാൻഡ്രത്ത് കൺസ്ട്രക്ഷൻ കമ്പനികൾ കുറവാണ്. മിക്കയിടത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷം വീതം 5-6 മാസം വീതം വരെ വർക്ക് ചെയ്തിട്ടുണ്ട് പലയിടത്തും. സോ അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മളുടെ കാര്യം. അപ്പോൾ എല്ലായിടത്തും അവരിങ്ങനെ ഓരോ വർഷം അവരുടെ വർക്ക് കഴിയുമ്പം പറഞ്ഞു വിടുന്നു, നമ്മൾ പോകുന്നു, അങ്ങനെ പുതിയ കമ്പനിയിൽ പോകുന്നു. അങ്ങനെ ഇവർ നമ്മളെ മാക്സിമം എല്ലാം ഊറ്റിയെടുത്ത് നമ്മളെ അറിവുകൾ നമ്മുടെ ആ ഒരു എല്ലാം ഊറ്റിയെടുത്ത് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചിട്ട് അവരുടെ വർക്ക് തീരുന്നത് നമ്മളെ പതുക്കെ പറഞ്ഞു വിടും. സോ കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെ വളരെ തേപ്പും അല്ലെങ്കിൽ ചതിയും നിറഞ്ഞ ഒരു ഫീൽഡാണ്. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ. പിന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫീൽഡാണ്, പക്ഷെ അതിൻ്റെ ആയിട്ടുള്ള റിസ്കുകളും ഉണ്ട്.
തേപ്പാണ് ഇവിടുത്തെ മെയിൻ, ചതി, വഞ്ചന. സോ കൺസ്ട്രക്ഷൻ ഫീൽഡ് അങ്ങനെ ഒരു ഫീൽഡാണ്. അപ്പോൾ അതിലുള്ളവരെല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരാണ് നിങ്ങളുടെ പിറകെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. തിരിഞ്ഞു നോക്കണം ഇടയ്ക്കിടയ്ക്ക്. ആരാണ് നിങ്ങളെ പിറകിൽ നിന്ന് പണിയാൻ വേണ്ടി നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു ഫീൽഡാണ്. അതിൻ്റെ ഒരു ഇതൊക്കെ അനുഭവിച്ച് വെറുത്ത് ദുരന്തമായി ഡിപ്രസ്ഡായി ഒരവസ്ഥയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഞാനും അങ്ങനെ ജീവിച്ചിട്ടുണ്ട് കാലങ്ങൾ. സോ ദിസ് ഈസ് മൈ ചോയ്സ് ടു ലീവ് വിത്ത് ഫ്രീഡം. ഫ്രീഡമാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതവർക്ക് കിട്ടണം. സോ ഇനി വെറും 6 കിലോമീറ്റർ മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ എത്തി നിൽക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡൊക്കെ വിട്ട് മറ്റു പല ജോലികളും ചെയ്താണ് വരുമാനം കണ്ടെത്തുന്നതും. ഈ ട്രാവലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് പോകും. പല പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഫീൽഡ് ജോലികളെല്ലാം വിട്ട് മറ്റ് ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്താണ് ഞാൻ വരുമാനം കണ്ടെത്തുന്നതും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതും. നിങ്ങൾക്കൊരു കാഴ്ചാനുഭവം തരാനായിട്ട് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്, നടന്നു പോകുന്നതും എല്ലാം അങ്ങനെയാണ്. ഒരിക്കലും എൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഒരിക്കലും യാത്രകളോ ഒന്നും പോകാൻ പറ്റില്ല. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് എന്നല്ല, ഒരു ജോലികളും. ഞായറാഴ്ച മാത്രം നിങ്ങൾക്ക് അവധി കിട്ടിയാൽ ഭാഗ്യം. അന്ന് നിങ്ങൾക്ക് കോളുകൾ വരും. സോ അന്ന് പോലും നിങ്ങൾക്ക് ഒരിടത്തും പോകാൻ പറ്റണമെന്നില്ല. സോ അതെല്ലാം വിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന് അങ്ങനെ ജോലി ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് പോയിട്ടേ കാര്യമുള്ളൂ. സോ എനിക്കെന്താണോ വേണ്ടത് അതിനുവേണ്ടി ഞാൻ പോയി കഴിഞ്ഞു. എന്നെ അപ്പോൾ ആ ഒരു ഫീൽഡിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ട് ഞാൻ മറ്റ് പല പാർട്ട് ടൈമായിട്ടുള്ള ജോലികളും കണ്ടെത്തിയാണ് ജോലികളൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അല്ല, വേറെ മറ്റ് പല ജോലികളും ചെയ്താണ് വരുമാനം കണ്ടെത്തുന്നതും റോൾ ചെയ്യുന്നതും ജീവിക്കുന്നതും എല്ലാം. സോ എന്നാലും എനിക്ക് രാവിലെ, ഞാൻ പൊതുവേ രാവിലെയൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാൻ ഇറങ്ങുന്നു, വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നു, ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നു, വെളുപ്പാങ്കാലം 2 മണി 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്നു. റിപ്പീറ്റ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈമായിട്ടൊക്കെ ഞാൻ വർക്ക് ചെയ്താണ് വരുമാനങ്ങൾ കണ്ടെത്തുന്നത്. കുഴപ്പമില്ല. അപ്പോഴേ പാർട്ട് ടൈമായിട്ടൊക്കെ വർക്ക് ചെയ്ത് രാത്രി ജോലി ചെയ്യും. അപ്പം ട്രാവലും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈവനിങ് ആക്കി വർക്കിംഗ് ഒക്കെ. അപ്പോൾ അതിന് മുമ്പൊക്കെ രാവിലെ ആയിരുന്നു. അതും പാർട്ട് ടൈം തന്നെയാണ്. പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യും, അല്ല 1-2 ജോലികളൊക്കെ ചിലപ്പോൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് വരുമാനം കണ്ടെത്തുന്നത്. സോ അപ്പോൾ അതാണ്. ഇപ്പോൾ ഡേ ടൈമിൽ വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. നൈറ്റ് ടൈമിൽ വീഡിയോ ഇപ്പോൾ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 എപ്പിസോഡ് ഇടാനൊക്കെ ഉള്ളത് ഉണ്ടാകുന്നതുകൊണ്ട് ഒന്നും പോകേണ്ടി വരുന്നില്ല. ഒന്നരയിടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നും പോയാലും അങ്ങനെയാണ്. വൈകുന്നേരം ജോലി, ഈവനിങ് ഒരു 7 മണി തൊട്ട് വെളുപ്പാങ്കാലം 3 മണി വരെ, ചിലപ്പോൾ ഒരു 3:30, ചിലപ്പോൾ ഒരു 2:30, മിക്കവാറും 3-3:30 ആവാറാണ് പതിവ്. ഇത്രയും നേരം വർക്ക് ചെയ്യുന്നു, അടുത്ത് വീട്ടിൽ വരുന്നു, ഉച്ചയാകുമ്പം എണീക്കുന്നു. ഉച്ചയ്ക്ക് മുമ്പേ എണീക്കാൻ ശ്രമിക്കും. എന്നിട്ട് എല്ലാം റെഡിയായി ഇറങ്ങുമ്പോൾ ഒരു ഉച്ചയാവും. പിന്നെ നമുക്ക് ലോങ് ട്രിപ്പുകൾ പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു 2 ഡേ 3 ഡേ 5 ഡേ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അത് പിൽക്കാലത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ അതിനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല. പിന്നെ മാത്രമല്ല, ജോലിയും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് പോയാലേ ഈ ഒരു സൈക്കിൾ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് ഇനിയിപ്പോൾ അറിയിക്കാൻ പറ്റില്ല. കുറേ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനു നമ്മൾ ദൂരെ പോകുന്നു? നമ്മളെ ദൂരെയാണോ അടുത്താണോ എന്നുള്ളതല്ല കാര്യം. പോകുന്ന സ്ഥലത്തിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ വലുപ്പമാണ് നമ്മൾ നോക്കേണ്ടത്. ചിലപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിരിക്കും ഭയങ്കര സംഭവം. നമ്മൾ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് 50 അല്ലെ 300-400 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അത്രയും പോലും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും ചിലപ്പോൾ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ നാട് തന്നെ കാണാനുണ്ട്. ആദ്യം ഞാൻ തിരുവനന്തപുരം കണ്ടിട്ട് ബാക്കി ജില്ലകളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ കാണാം. ഇവിടെ കാണാതെ ഞാൻ വേറെ ഇടത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഫസ്റ്റ് ട്രിവാൻഡ്രം ഫുൾ വിസിറ്റ് ചെയ്യണം, പിന്നെ കൊല്ലം, പിന്നെ അത് കഴിഞ്ഞ് കോട്ടയം, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, ഇടുക്കി, കണ്ണൂർ. അടിച്ച് തൂക്കിയിട്ടായിരിക്കും അടുത്ത പരിപാടി. കേരളത്തിന് പുറത്ത്. പക്ഷെ കേരളത്തിൻ്റെ അകത്തുള്ള ട്രാവലിങ്ങിൻ്റെ ഒരു സുഖമൊന്നും കേരളത്തിന് പുറത്ത് കിട്ടൂല.
അവിടെയൊക്കെ നമുക്ക് ഡേ ടൈമിൽ മാത്രമേ ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നൈറ്റ് ടൈം ട്രാവൽ ചെയ്താൽ നമ്മളെ മോഷ്ടാക്കളും കള്ളക്കടത്തുകാരും പിടിച്ചുപറിക്കാരും നമ്മളെ അടിച്ച് കൊല്ലും. സോ ഗ്രാങ്ങായിട്ട് മാത്രമേ ട്രാവലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അവിടെ. സോ ഡേ ടൈമിൽ മാത്രമേ നമുക്ക് അവിടെ ട്രാവൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതാണ്. രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യണം. ഡേ ട്രാവലിംഗ്, രാത്രി വീണ്ടും റെസ്റ്റ്, ആ ഒരു ഫോർമാറ്റിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. മഹീന്ദ്ര മേജർ 540D. ഒരു മഹീന്ദ്രയുടെ ജീപ്പ് എടുക്കണമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. 4x4 540D 550D 4 വീൽ ഡ്രൈവ്. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ട വാഹനം ചെറുപ്പം മുതൽ ഇപ്പോഴും. ഇതെന്താ ഒരു ഇടി നടന്നിരിക്കുന്നോ? ഇതെന്താ സംഭവം? അല്ല, ഇതെന്താ സംഭവം? ഇതെന്ത് സംഭവമാണ് ഇവിടെ? അയ്യയ്യയ്യയ്യേ, അത് വളരെ മോശമായിപ്പോയി. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വാട്ടർഫാൾസ് ട്രിവാൻഡ്രം ഹാവ് എവർ പ്രൊഡ്യൂസ്ഡ് എന്നാണ് കണ്ടത് വീഡിയോസിലൂടെ. ഇനി നേരിട്ട് കണ്ടറിയാം. ഇത് തന്നെയാണോ വഴി? 2.5 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെ ആയിരിക്കും വഴി. So yes, great. നിങ്ങൾ കണ്ടായിരുന്നോ ആ മേളത്തെ മല? അല്ല, നിങ്ങളും ഇവരും എല്ലാവരും. സോ ഇതടുത്ത സ്പോട്ടുകളുടെ ഒരു ഘോഷയാത്രയാണ് തിരുവനന്തപുരം എന്ന് പറയണത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ ട്രഡീഷണൽ ആൻഷ്യൻ രീതികളും എല്ലാം ഉള്ള ഒരു പക്കാ സ്ഥലമെന്ന് ഒന്നും പറയാനില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോ നിമിഷവും. എനിക്കറിയില്ലായിരുന്നു ഇവിടെ ഇത്രയും വലിയ കിടിലമായിട്ടുള്ള നാട്ടിൻ പ്രദേശ റീജിയനുകളൊക്കെ ഉണ്ടെന്ന്. യെസ്, ഇതേ അടുത്തൊരു സ്പോട്ട്. ഗിയർ ഡൗൺ ചെയ്ത് എന്നാ ഗട്ടർ ചാടിയ ഉടൻ തന്നെ ഗിയർ ഞാൻ ഉടൻ തന്നെ മേളിലേക്ക് ഷിഫ്റ്റും ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ആ ഗിയർ ഇടിക്കുവേ. സോ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അത് നല്ലൊരു ഇതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഗട്ടർ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ആ ഗിയർ ഇടിച്ചായിരിക്കും വണ്ടി പോണത്. ഇതൊട്ടും നല്ലതല്ല. എൻജിൻ കംപ്ലൈൻ്റ് ആവും, പിന്നെ കാണാനും ഒട്ടും സുഖമുണ്ടാവില്ല മക്കളെ. സ്കൂൾ വിട്ടു, സോ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. സ്കൂൾ വിട്ടു, സോ നിങ്ങൾ സൂക്ഷിക്കണം. എൻ്റെ അമ്മേ, എന്താ സംഭവം? ഇതേതാ സ്ഥലം? അമ്പൂരി ജംഗ്ഷൻ. ഇവിടെ ഫുൾ മേജറിൻ്റെ കളിയാണല്ലോ. ഇത് ഹില്ലി റീജിയനാണോ? ഓടിക്കോ. ഇതെന്താ കട? ദേവിയെ, ഇതേത് സ്ഥലം? നിങ്ങളിത് കണ്ടായിരുന്നോ? ഇതാണ്. ഇത് കൂനിച്ചുമല കാളിമല ഏതോ ആണ്. നമ്മൾ അന്ന് പോയില്ലേ? ആയിരിക്കണം. ആർക്കറിയാം, എനിക്കറിയില്ല. അവിടെയൊന്നുമല്ല, ഇത് വേറെ ഏതോ സ്ഥലം. ഈ വഴിയല്ല പോയതൊന്നും, അത് വേറെ ഏതോ റൂട്ട്. ഏത് റൂട്ടാണെന്ന് പോലും ഞാൻ മറന്നുപോയെണ്ണ. അത്രയ്ക്കും ഡെയിലി പോവുകയല്ലേ. ഇങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങണമുണ്ട്. കൺഫ്യൂഷനായി. പിന്നെന്താ? ഇവിടെയോ? ഇവിടെ അല്ല, അങ്ങ് താഴോട്ട് പോവാം. യെസ് 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 യെസ്. മേളോട്ട് പോണോ?
ഇറങ്ങ്. കണ്ടായിരുന്നോ നിങ്ങൾ? യെസ്, ഇതാണ് ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പം കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഈ വ്യൂവും കണ്ടാണ് നിങ്ങൾ ഈ റോഡ് ഇറങ്ങുന്നത്. ഭൂമിയിലെ മറ്റൊരു അത്ഭുതം. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് സാധാരണ ഒരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. സോ നല്ലൊരു മാമൻ ചിരിച്ചോണ്ട് പോകും. പോയാലോ? ഭയാനകമാണ്, ഭയാനകമാണ്. ട്രിവാൻഡ്രം ഈസ് സോ സോ മോൺസ്ട്രസ് എന്ന് പറയാം, അതുപോലത്തെ ഒരു ജഗ. സോ മോൺസ്ട്രസ് സ്പോർട്ട് സെൻറ്റർ. ഗ്രേറ്റ്. മീശപ്പുലിമലയിൽ ഞാൻ പോയിട്ടില്ല, എല്ലായിടത്തും പോകണം. സോ ഇന്ന് ഇതിന് പോക തരുമില്ലേ എന്ന് നമുക്കറിയാം. കീടിലെ ഓഫ് റോഡിങ് ആണ് കേട്ടോ. ഇതിനെക്കാട്ടിലും സാഹസമൊക്കെ ഈ വണ്ടി കാണിക്കും, പിന്നെ ഞാൻ കാണിക്കാത്തതാണ് കേട്ടോ. നിങ്ങൾ തൽക്കാലം ഇത്രയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ അമ്മേ, നിർത്താം. നിങ്ങൾ പറയും പോലെ ചവിട്ടി നിർത്താൻ പറ്റുമോ വണ്ടി? ചറക്കും അവസാനം വല്ല കൊക്കയിലും പോയി വീഴും, നിങ്ങളും ഞാനും എല്ലാം. സോ അതാണ് നമ്മൾ നോക്കി ചവിട്ടണം. യെസ്, അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമ്മുടെ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഫ്രണ്ട്സ്. നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്? ഗ്രേറ്റ്. മാപ്പു നൽകു മഹാ പോകാനാണോ? അപ്പു നൽകൂ മഹാമതേ, മാപ്പു നൽകൂ ഗുണനിധേ, നാരകറ്റാൻ കനിഞ്ഞാലും ദയാവാരിധേ, യുദ്ധതനായി വന്നോരെന്നിൽ കത്തി നിൽക്കും അഹംഭോഗം. എൻ്റെ അമ്മേ, സ്ഥലമെത്തി ഫ്രണ്ട്സ്. കണ്ടായിരുന്നോ? നമ്മളിവിടെ നിന്ന് ഈ റോഡ് ഇറങ്ങിയപ്പോൾ ഇതിവിടെയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ. മാപ്പ് നമ്മൾ ശ്രദ്ധിച്ചില്ല. മാപ്പിൽ ഇനി 400 മീറ്റർ കാണിക്കുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഓണാക്കിയെന്ന് വിചാരിച്ചു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ. യുദ്ധതനായി വന്നോരെന്നിൽ കത്തി നിൽക്കും അഹംഭോഗം, വർദ്ധിതമാം വീര്യത്താലെ ഭസ്മമാക്കി ഭവാൻ. നാരീകുലമണി നാദവിലോലിനി, നാലാലങ്കാര സമ്മോഹിനി, നാരീകുലമണി നാദവിലോലിനി, നാലാലങ്കാര സമ്മോഹിനി. നാരീകുലമണി നാദവിലോലിനി, നാലാലങ്കാര സമ്മോഹിനി. അവളുടെ ഇംഗിതം സാധിതമാക്കാൻ പണ്ടേ തുനിയും മൂകനീരം
കരുണാപൂരിത പുണ്യപദേ തിരുകൃപമേകീടാനടിപണിയായി അപരാധങ്ങൾ പൊറുക്കാനും അടിയനൊരഭയം തന്ന. അപ്പം മക്കളെ, ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാനായിട്ട് എപ്പിസോഡ് 2 വരെ വെയിറ്റ് ചെയ്യുക. എപ്പിസോഡ് 2 നാളെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.